ഗംഗാധരൻ. അതെ, പ്രതീക്ഷിക്കാത്ത കണ്ടുമുട്ടൽ. എന്തു ചെയ്യാം, എനിക്ക് വരാതിരിക്കാനാവില്ലല്ലോ. എവിടെ എന്റെ മകൻ? എന്റെ മകൻ ബിജു എവിടെ? പറയാം. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ വാതിലടച്ചത് വല്ല പോലീസോ മറ്റോ വന്നാൽ നമുക്കത് അസൗകര്യമായിരിക്കും. ഇരിക്കൂ. അല്ല, ചേച്ചിയോ? നിങ്ങളെയൊക്കെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളെയൊക്കെ എനിക്ക് മറക്കാനാവില്ലല്ലോ. എന്റെ കൂടെ ഉണ്ട്, സുഖമായിരിക്കുന്നു. അല്ല, കുട്ടികളായാലും എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചെന്നിരിക്കും, അതിന് പോലീസ് പിടിപ്പിക്കും, ജയിലിലടയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയാൽ. എന്നാ ഞാൻ കണ്ടത് ഭാഗ്യം. വെള്ളത്തിൽ വീണ് മരിക്കേണ്ടതായിരുന്നു. അവരെന്തെങ്കിലും പറ്റിയോ? ഒരു കുഴപ്പമില്ല. അവരെ ഒന്ന് കാണാനെങ്കിലും. അതാണ് പ്രശ്നം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വീട്ടിൽ പോവാൻ. വരില്ല, അച്ഛനെ ഭയം. എന്നാ സാറിന് ഞാൻ അങ്ങോട്ട് വിളിച്ചു. സാറ് വന്നതോ പോലീസും തോക്കൊക്കെ ആയിട്ട്. പിന്നെ മോൻ വരും. പോലീസിനെ ഒളിച്ച് നടക്കുന്ന എനിക്ക് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും? അതും പറ്റില്ല. ഇപ്പോഴും ഞാൻ അവനെ വിളിച്ചതാ. അല്ല, മോന്റെ കാര്യത്തിൽ സമാധാനമുണ്ട്. അല്ല, കുടിക്കാൻ വല്ലതും കൊണ്ടുവരാം. പാവം, ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങളുടെ ഭാര്യ വിശ്വസിച്ചു. എനിക്ക് സ്ത്രീകളുടെ മനസ്സ് പോലും നോവിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ എന്റെ നിർമ്മലയെ വെട്ടിക്കൊല്ലേണ്ടി വന്നത് നിങ്ങളെപ്പോലെയുള്ള ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ്. ഗംഗാധരൻ, ഈ നിലയിൽ നിങ്ങൾ കോപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനാവില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ സമയം നിങ്ങളുടെ മകൻ എന്റെ ആളുകളുടെ കയ്യിലാണ്. സത്യസന്ധനായ ഒരാൾക്ക് ഇത്ര വലിയൊരു സംഖ്യ ഉണ്ടാക്കാൻ വിഷമായിരിക്കും. സാരല്ല, വഴി ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു കക്ഷിയിൽ നിന്ന് കൈക്കൂലി വാങ്ങണം, ഇല്ലെങ്കിൽ കൊള്ളയടിക്കണം. പറ്റില്ലെങ്കിൽ വേണ്ട, മകന്റെ ജീവൻ രക്ഷിക്കണമല്ലോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞത്. തമ്പിക്ക് ഞാൻ 4 ദിവസം തരും. അതിനിടയ്ക്ക് ഞാൻ ആവശ്യപ്പെട്ട പണം എത്തിച്ചു തന്നില്ലെങ്കിൽ അത് വാങ്ങിക്കാൻ വരുന്നത് തന്റെ ഓമനപുത്രന്റെ വലത് കൈയായിരിക്കും. അത് വെട്ടി ഞാൻ ഈ മുറ്റത്ത് കൊണ്ടിടും. ഗംഭീരമായിരിക്കുന്നു. എന്നാ പറഞ്ഞതുപോലെ ഞാൻ ഇറങ്ങട്ടെ. മോന്റെ കാര്യം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. സാർ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഇതിനൊക്കെ കുറ്റം ആ കുഞ്ഞെന്ത് ചെയ്തു? ചേച്ചിയെങ്കിലും ഒന്ന് ഉപദേശിച്ച് നോക്ക്. ആ പാലത്തിന്റെ അതുവരെ സാറ് കൂടി ഒന്ന് വന്നാൽ ഈ പോലീസുകാർക്ക് സംഭവത്തിന് കിടപ്പറയില്ല. അവരെന്നെ പിടിക്കും. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, വന്നതുപോലെ തിരിച്ചു പോവാൻ എനിക്കറിയാം. മോഹന്റെ ഭാര്യയല്ലേ, വരൂ. എന്റെ ഭാര്യ നിർമ്മല നിന്നെപ്പോലെ സുന്ദരിയായിരുന്നു. പക്ഷേ അവളുടെ ഗതി നിനക്കുണ്ടാവില്ല.